ജമീല, വാ ചേച്ചി. അല്ല, പത്തിരി ഇറച്ചിയാണല്ലോ. രവീട്ടൻ അറിയണ്ട. രാവിലെ പോകുമ്പോഴേ രവീട്ടൻ വിളിച്ച് പറഞ്ഞതാ. ആ, രാവിലെ ജമീലയുടെ ബാപ്പ വരുന്നുണ്ടല്ലോ. ചേച്ചി ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഈ പിൽസ് തരാനാ വന്നത്. ജമീലയ്ക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് തരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ. എന്റെ പേഷ്യന്റ് ആയി പോയില്ലേ? ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല. ദേ, 2-3 മാസം വളരെ സൂക്ഷിക്കണം. രണ്ടും കൂടെ കിടന്ന് സർക്കസ് കാണിച്ച് ഉള്ളതും കൂടെ കളയരുത്, പറഞ്ഞേക്കാം. പോ ചേച്ചി. കഴിക്കുന്നില്ലേ? ഇതൊന്ന് വലിച്ചു കേട്ട്. അല്ല, പെരുന്നാളിന് ക്ഷണിക്കാൻ ബാപ്പ വന്നിരുന്നു കേട്ടു. വന്നിരുന്നു. നീ പോകണ്ടെന്ന് പറഞ്ഞ കാരണം ജമീല വലിയ വിഷമത്തിലാണെന്ന് എന്തു എന്നോട് പറഞ്ഞല്ലോ. അവളെങ്ങനെ പറഞ്ഞിട്ടിരിക്കും? എടാ, ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ്. പെരുന്നാളിനും ഉത്സവത്തിനുമൊക്കെ അവരവരെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി 1-2 ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക. അതൊക്കെ ഒരു സന്തോഷമല്ലേടാ? ശരിയാണ്, പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല. ആ, നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടില്ല. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ. അല്ല, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചവനാ ഞാൻ. ഓ, അതെനിക്ക് നേരത്തെ അറിയാലോ. എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. അത് ഡെൽക്കോ, അത് എയർ ക്ലീനർ. അതെന്റെ അമ്മയുടെ നായർ. ഒന്ന് പൊടി കൊടുക്കും. രവിയേട്ടാ, ഞാൻ ജമീലയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ജമീല, ജമീല, എന്താ ചേച്ചി? ഞങ്ങൾ പോയിട്ട് വരട്ടെ. എപ്പോ വരും? മറ്റന്നാ വരും. വീട്ടിലേക്കൊരു കണ്ണു വേണേ ജമീലെ. മിനിമോള് നാട്ടിൽപ്പെട്ട് വരുമ്പോ ആന്റിക്ക് എന്ത് കൊണ്ടുവരും? ആന്റിക്ക് സഞ്ചി നിറയെ അവല് കൊണ്ടുതരാം. മുത്തശ്ശി അവലിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള ഉപ്പുമാങ്ങിയ മോളെ. അയ്യോ, ഉപ്പുമാങ്ങിയോ? അതെന്താ മമ്മി, ആന്റിക്ക് പുളിക്കത്തില്ലേ? ഇല്ല മോളെ, ഇപ്പൊ പുളിക്കത്തില്ല. ഒന്ന് പോ ചേച്ചി. ആന്റിക്ക് പുളിക്കാറായിട്ടില്ല മോളെ. ഇത്തവണ ജമീലാക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ. ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജമീല, ഞങ്ങൾ വരട്ടെ. കൊച്ചമ്മോ, കാതർ വന്നേ. കാതറെ, ചെമ്മീനുണ്ടോ? ചെമ്മീനുണ്ട്, പക്ഷെ ചെമ്മീൻ ഇന്ന് തീ പിടിച്ച വിലയാ. സാരല്ല, ഇട്. ഇന്ന് മരുമോ മരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, ചെമ്മീൻ ചോദിച്ചപ്പം. അവര് വരുന്നുണ്ട്. മോളെ ശാരി, ദാവത്തേക്ക് വയ്ക്ക. എത്രയായി? 20 രൂപ. ഇന്ദു കുഞ്ഞു വരുമ്പം കാതർക്ക് അന്വേഷിച്ചായിട്ട് പറയണ കൊച്ചമ്മേ. പറഞ്ഞേക്കാം. എന്നാ ഞമ്മൾ വരട്ടെ. സരസ്വതി, അവര് വന്നു. മോളെ, എന്താ മോളെ, കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല? അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞത്. മോനിരിക്കെ. ഐസക് കൺസ്ട്രക്ഷന്റെ വർക്കൊക്കെ കഴിഞ്ഞു രവി. കഴിയാറായി. ഇന്ദു, മിനിമോൾ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്താ അമ്മ അവിടെ ഒരു കുസൃതി? അവിടെ സംസാരവും മറ്റും കേട്ടാ വലിയവര് പോലും തോറ്റുപോകും. ഈ പ്രായത്തിൽ കുട്ടികളായ അല്പ കുസൃതിയൊക്കെ വേണം, അല്ലെങ്കിൽ കാണാൻ എന്താ രസം. നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു? ദേ, ഇവളുടെ മുതുകത്തിരുന്ന് ആന കളിക്കുമായിരുന്നു. അവൾ ആഹാരം പോലും കഴിക്കാൻ വിടില്ല, അല്ലേ കാർത്യായനി? ദേ, എന്റെ ഈ ഒരു വശം ചരിഞ്ഞത് തന്നെ ഇന്ദുക്കുഞ്ഞ് കയറി ഇരുന്നിരുന്ന
എനിക്ക് മതി മുത്തശ്ശി. മോളെ, ഇപ്പോഴും നാരായണി തന്നെയാണോ വീട്ടില്? അതെ അമ്മേ, കുറെ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോവും. അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക. രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല. മമ്മി, ഇതാ ഡാഡി. ഹായ് ഡാഡി. ചേച്ചി, ചേട്ടന് ബോറടിച്ചെന്ന് തോന്നുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ. ഞാനും അമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം. വാ മോളെ, നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. ഡാഡി. വാ വാ. എന്താ, ബോറടിച്ചോ? പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ, ആകപ്പാടെ ഒരു അലവലാതി കടപ്പുറം മാത്രമുണ്ട്. ഇത്ര എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരു സ്ഥലം. 2 ദിവസത്തേക്കല്ലേ രവിയേട്ടാ? എന്തിനധികം, 2 ദിവസം മതിയല്ലോ. വരൂ, നമുക്കൊന്ന് പുറത്ത് പോവാം. വാ ഡാഡി. വരൂന്നേ. രാവിലെയാണ് ഞാൻ വിവരം അറിഞ്ഞത്. കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് പോന്നു. സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത്? അന്ന് നിന്നോട് ഞാൻ ആവുന്നത്ര പറഞ്ഞതാ. അപ്പൊ നീ പറഞ്ഞു നിനക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റുണ്ട്, മനസ്സുണ്ടെന്നൊക്കെ. ഇപ്പൊ എന്തായി? ദേ പേപ്പറിലും വന്നിരിക്കുന്നു. ഇത് നാളാൻ ബാക്കിയില്ല. നീ അവനെ നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്തായി? വ്യഭിചാര കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി. അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി. നിന്റെ തലയിലെടുത്ത് പോലെ നടക്കട്ടെ. പക്ഷെ ആ പട്ടിയെ ഇനി ഞാൻ ഈ പഠിക്കകത്ത് കയറ്റില്ല. കോടതിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു? എന്തു ഞാൻ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. എല്ലാം ഇന്നലത്തേതോടുകൂടി തീർന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയോ? കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ എന്നെ പറഞ്ഞു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വരന് തുല്യമായാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചത്. എന്നോടത് ചെയ്യാൻ ഇന്നും ഞാൻ പറയുന്നത് വേണ്ട. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിങ്ങൾ അബദ്ധത്തിൽ ചെന്നപ്പെട്ടതാണെന്നും ഒക്കെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട്
അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. നിങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ ഇന്നലെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ്. ഇന്ദു, ഇനി മേലാൽ എന്റെ പേരും പറഞ്ഞ് ഇവിടെ വരരുത്. ഡാഡി എന്താ ഇന്നലെ പറഞ്ഞ? മുത്തച്ഛൻ മമ്മി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഡാഡിയുടെ കാര്യം ഇവിടെ പറഞ്ഞാൽ ഏതായാലും വരാനുള്ളതൊക്കെ വന്നു. കല്യാണം കഴിഞ്ഞ് അവക്കൊരു കുട്ടിയായി. ഇനിയും വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും രവിയെ വിളിച്ച് അവനോടൊപ്പം. അവൻ കൊലപാതകം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഞാൻ ചെന്നവന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു. അതിന്റെ അന്തസ്സുണ്ട്. ഇതാണോ മാനവും അഭിമാനമുള്ളവർക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇനി അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? അധികം ആരും അറിയുന്നതിന് മുമ്പേ രവിയെ വിളിച്ചു വരുത്തി അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് പകരം അവൻ ഇവിടെ നാട്ടി അയക്കുന്നത് പോലെയല്ലേ പറഞ്ഞയച്ചത്. ഓ, ഞാൻ അവന് വെഞ്ചാമരം വീശി സ്വീകരിക്കാവടി. ഇനി അവനെ ഞാൻ പഠിക്കാത്ത കയറ്റില്ല. പിന്നെയും പറഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? മംഗലത്ത് തറവാട്ടുകാർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അവര് പറഞ്ഞതാ. നീ ഒറ്റ ഒരുത്തി അന്ന് നയഞ്ഞു കൊടുത്തുകൊണ്ടായി കല്യാണം നടന്നത്. ഇപ്പൊ അമ്മയ്ക്ക് നോക്കും തൃപ്തിയായല്ലോ. അനുഭവിക്കടി, അനുഭവിക്കും. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതായാലും തൽക്കാലം അന്നത്തെ ചൂടിന് ഇന്ദു അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. വിഷമിക്കാതിരിക്കൂ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഗോപാല, ഈ ലീവ് ലെറ്റർ സൂപ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തേക്കോ. ഇന്ദു, എന്താണ് ഇതെല്ലാം? എന്ത് സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് സലീമിന്റെ കൂട്ടുകാരനാണ്. സത്യമെന്തെന്നറിയാതെയാണ് ഇന്ദു സംസാരിക്കുന്നത്. ആ മനുഷ്യൻ സലീമിനെയും പറഞ്ഞു പറ്റിച്ചിരിക്കും. ഗോപി ആരാണെന്ന് സലീമിനറിയില്ല. എനിക്ക് നന്നായിട്ടറിയാം. രവി എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഇന്ദുവിനറിയാമോ? വേദനിക്കുന്നു. ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ തെരുവ് വേശിയോടൊപ്പം വ്യഭിചാരി കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നേരിൽ കണ്ടുനിന്ന ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് സലീം ചോദിക്കാത്തത് എന്താ? എന്തു ഞാൻ പറയുന്നത്? ആ മനുഷ്യന്റെ കാര്യം പറയാൻ വേണ്ടി ഇനി മേലിൽ എന്നെ കാണാൻ വരരുത്.